ശബരിമലയിൽ ഇന്നലെ 86,000-ഓളം ഭക്തർ ദർശനം നടത്തി. ഇന്ന് രാവിലെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നു മുതൽ എരുമേലി കാനനപാത വഴി എത്തുന്ന ഭക്തർക്ക് വാവർ നട വഴി ദർശനത്തിന് സൌകര്യമുണ്ടാകും. ജി ശ്രീജിത്ത് ചേരുന്നു സന്നിധാനത്ത് നിന്നും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പുതിയ സംവിധാനം സൌകര്യമൊക്കെ ഏത് രീതിയിലാണ് ഭക്തർ പ്രയോജനപ്പെടുത്തുക? തിരക്കെങ്ങനെയുണ്ട്? അശ്വതി, തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. 80,000 കഴിഞ്ഞുള്ള ഒരു കണക്കിലേക്കാണ് ശബരിമലയിലെ തിരക്കെത്തുന്നത്. ഇന്നലെ ഏതാണ്ട് 86,000 പിന്നിട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ. ഇന്നിപ്പോ രാവിലെ നോക്കിയാലും ഈ ഫ്ളൈ ഓവർ നിറയെ ക്യൂ ആണ്. 27,658 ഭക്തരാണ് 7 മണിവരെ മല കയറാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഫ്ളൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ അത്രത്തോളം അങ്ങനെ നിറയുന്നൊരു രീതിയില്ല. പല നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് ഈ പൂജയുടെ സമയങ്ങളിൽ, അതായത് ദർശനത്തിന് നിയന്ത്രണമുള്ള സമയത്ത്, ഇപ്പോൾ ഉഷപൂജ ആരംഭിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായുള്ള ഒരു തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് നല്ല തിരക്കുണ്ട്. മരക്കൂട്ടം വരെ പലയിടത്തും നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളതാണ്. നീണ്ട ക്യൂ എന്നതിനപ്പുറത്തേക്ക് നിയന്ത്രിച്ചാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഈ മണ്ഡല പൂജ എത്തിയതോടെ കൂടുതൽ ഭക്തർ സന്നിധാനത്ത് തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സന്നിധാനത്തെത്തി ദർശനം നടത്തുന്ന ഭക്തർ വളരെ പെട്ടെന്ന് തന്നെ പമ്പയിലേക്ക് മടങ്ങി പോകണമെന്ന നിർദ്ദേശം ഓരോ 15 മിനിറ്റ് ഇടവേളകളിലും ഇവിടെ അനൗൺസ്മെന്റായി നൽകുന്നുണ്ട്. അങ്ങനെ തമ്പടിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതായത് കൂടുതൽ സമയം അഭിഷേകവും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് അതെല്ലാം നടത്താം. അതിനപ്പുറത്തേക്ക് കൂടുതൽ സമയം അങ്ങനെ നിൽക്കാൻ അനുവദിച്ചാൽ അത് കൂടുതൽ ഭക്തർ വീണ്ടും ഇനിയുള്ള ദിവസങ്ങളിൽ എത്തുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും എന്ന് കരുതുന്നുണ്ട്. എന്തായാലും നല്ല തിരക്ക് ഇന്ന് രാവിലെയും തുടരുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഈ തിരക്ക് തുടരും. ഇന്നിപ്പോ രാവിലെ മുതലാണ് മുക്കുഴിയിൽ ഈ കാനനപാത വഴി കയറുന്നവർക്ക് പാസ് നൽകാനുള്ള ക്രമീകരണമുണ്ട്. അതിന്റെ ഉദ്ഘാടനം രാവിലെ ADM അരുണസ് നായർ അവിടെ നിർവഹിക്കുന്നുണ്ട്. അതായത് അവിടെ നിന്ന് കടത്തി വരുന്നവരെ സംബന്ധിച്ച് അവിടെ നിന്നൊരു പാസ് നൽകും, അതിൽ സീൽ അടിക്കും. അതിനുശേഷം ചെറിയാനവട്ടത്തും ഈ പാസിൽ സീൽ അടിച്ച് പുറത്തേക്ക് എന്നുള്ള സീൽ ഔട്ട് പാസ് ആയിട്ട് അത് നൽകും. അതിനുശേഷം അവർക്ക് മരക്കൂട്ടത്തെത്തിയാൽ അവിടെ നിന്ന് നേരെ മരക്കൂട്ടത്ത് നിന്ന് നേരെ നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ വാവര് നടവഴി, പുല്ലുമേട്ടിലെ ഭക്തരെത്തുന്ന അതേ സമാനമായ രീതിയിൽ തന്നെ വാവര് നടവഴി 18 പടിക്ക് താഴെ എത്തി ദർശനം നടത്താം. കാരണം ഇവരെല്ലാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാൽനടയായൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അവർക്ക് പിന്നീട് ഈ പമ്പ ശബരിമല പാതയിലെ സന്നിധാനം പാതയിലെ ക്യൂവിൽ കൂടി നിൽക്കേണ്ട സാഹചര്യം അത് ഒഴിവാക്കി കൊടുക്കാനുള്ള തീരുമാനമാണ് എന്തായാലും എടുത്തിരിക്കുന്നത്. ഭക്തരെ സംബന്ധിച്ച് ഈ കാനന പാത വഴി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം കൂടിയാണത്. അശ്വതി. ശരി ശ്രീജിത്ത്.